Damshire Expert Build Care. ഡാംഷർ ടി വിയുടെ ടെക് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എയർ എൻട്രൈനേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ വോളിയത്തെ 4 മുതൽ 7% വരെ വർദ്ധിപ്പിക്കുന്നവയാണവ. ഇതിൻ്റെ പ്രധാന ഉപയോഗം വരുന്നത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ബിലോ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉള്ള ക്ലൈമാറ്റിക് കണ്ടീഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ വരുന്നിടത്ത് ഇതിൻ്റെ പ്രസക്തി എവിടെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വെള്ളം ഐസ് ആകുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലേ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് നമ്മുടെ ഒരു സമ്മർ സീസണിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കോൺക്രീറ്റിൽ ചെറിയ സുഷിരങ്ങളുണ്ട്, അവയിലൊക്കെ പോർ വാട്ടേഴ്സ് എന്ന് പറയും, അവ കാണപ്പെടാറുണ്ട്. ഇതൊരു ബിലോ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ ഇവ ഫ്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൂടും. ഇങ്ങനെ വരുമ്പോൾ ഇൻറ്റേർണലി അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ കോൺക്രീറ്റിനെ ഡാമേജ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന പോർ വാട്ടർ നമ്മൾ അത് ഐസ് ആകുമ്പോഴും അതിൻ്റെ വോളിയത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിന് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ എൻട്രെയിനേഴ്സ് ഉപയോഗിക്കാറ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന് വെള്ളത്തിന് 2 പർപ്പസാണുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ കോൺക്രീറ്റിനെ ഹൈഡ്രേറ്റ് ചെയ്ത് CSH ജെല്ല് ഫോം ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മളെ വർക്കബിലിറ്റി, അതായത് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പം നമുക്കതിനെ ഈസി ആയിട്ട് നമ്മുടെ ലേബേഴ്സിന് അല്ലെങ്കിൽ വർക്ക്മാന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പർപ്പസ്. ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ചെറിയൊരു ശതമാനം വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ബാക്കി ഭൂരിഭാഗം വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ വർക്ക്മാൻഷിപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ കോൺക്രീറ്റിൽ നമ്മൾ വർക്ക്മാൻഷിപ്പ് കൂട്ടാൻ വേണ്ടി വെള്ളത്തിൻ്റെ അളവ് കൂട്ടുമ്പോഴുള്ള ദൂഷ്യഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും താഴേക്ക് വരും എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി വർക്ക്മാൻഷിപ്പിനെ നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽ അഡ്മിക്സേഴ്സ് ഉപയോഗിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാട്ടർ റെഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ഉപയോഗിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് വാട്ടർ റെഡ്യൂസേഴ്സിനെ കുറിച്ചാണ്. വാട്ടർ റെഡ്യൂസേഴ്സ് പ്രധാനമായും 5 തൊട്ട് 10% വരെ നമുക്ക് കോൺക്രീറ്റിൽ നമ്മൾ നോർമലായിട്ട് ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ കണ്ടൻറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ഇങ്ങനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വാട്ടർ റെഡ്യൂസേഴ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വർക്ക്മാൻഷിപ്പിനുള്ള സ്ലംബ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പറയേണ്ടവയാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്നിവയുള്ള ഒരു റേഞ്ച്. ഹൈ റേഞ്ച് വാട്ടർ റെഡ്യൂസേഴ്സ് തന്നെയാണ് നമ്മൾ ഈ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്നുള്ള ഒരു ഓമന പേരിൽ വിളിക്കുന്ന ഇവ. നമുക്ക് 12 തൊട്ട് 30% വരെ വെള്ളത്തിൻ്റെ അളവിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നവയാണ്. നമുക്കൊരു ഹൈ ഗ്രേഡ് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വളരെ കുറവായിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ പ്ലേസിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ലംബിനെ നമുക്ക് ഉറപ്പുവരുത്താനും സഹായിക്കുന്നത് ഈ സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് റേഞ്ച് ഓഫ് കെമിക്കൽസിലൂടെയാണ്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാവും റിട്ടാർഡേഴ്സ് എന്നുള്ളത്. അതായത് നമ്മുടെ റെഡിമിക്സിൻ്റെ കോൺക്രീറ്റ് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് കോൺക്രീറ്റ് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിങ്ങിനെ നമുക്ക് കൂട്ടി ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് മാത്രം സെറ്റാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈ റിട്ടാർഡേഴ്സാണ്. കോൺക്രീറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് ശേഷം കോൺക്രീറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺക്രീറ്റിൽ ക്രാക്ക് വീഴിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് കഴിയുന്നതോടെ നമ്മുടെ കോൺക്രീറ്റ് ഒരു CSH ജെൽ ഫോർമേഷൻ തുടങ്ങും. അതിന് പല ഘട്ടങ്ങളാണുള്ളത് എങ്കിലും ഇനീഷ്യലായിട്ടുള്ളൊരു സെറ്റിങ്ങിലൂടെ തന്നെ അത് ആ ഒരു ജെൽ ഫോർമേഷനിലേക്ക് വരികയും നമ്മൾ അതിനെ പിന്നീട് ഡിസ്റ്റർബ് ചെയ്താൽ അതിൽ വീക്കായിട്ടുള്ള നമ്മുടെ കോൺക്രീറ്റ് ക്രാക്ക് വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വളരെ ചൂടുള്ള കാലാവസ്ഥ ഗൾഫ് റീജിയനിലൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ വരും. കാരണം നമ്മൾ നോർമൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമുള്ള കോൺക്രീറ്റ് അവിടെ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ ഇവാപ്രേഷൻ റേറ്റ്, വെള്ളത്തിൻ്റെ ഇവാപ്രേഷൻ റേറ്റ് വളരെ ഹൈ ആണ്. ഇങ്ങനെയുള്ള ഏരിയകളിൽ പ്രധാനമായും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയും വളരെ പെട്ടെന്ന് ഇത് സെറ്റാവുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ക്രാക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും നമുക്ക് ഈ റിട്ടാർഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കോൺക്രീറ്റിൻ്റെ സെറ്റിങ്ങിനെ ഒന്ന് വൈകിപ്പിക്കുവാനും അതുപോലെ തന്നെ ആ ഒരു വൈകിപ്പിക്കുന്നതിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ഉറപ്പുവരുത്താനും സാധിക്കും. നമ്മൾ റിട്ടാർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ആക്സിലറേറ്റേഴ്സ്
നമ്മുടെ കോൺക്രീറ്റിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്. ആക്സിലറേറ്റേഴ്സ് നമ്മുടെ കോൺക്രീറ്റിനെ പെട്ടെന്ന് സെറ്റ് ചെയ്യാനും അതോടുകൂടി തന്നെ ഒരു എയർലി സ്ട്രെങ്ത് ഗെയിന് ഉണ്ടാക്കുവാനും സഹായിക്കുന്നവയാണ്. പ്രധാനമായും നമ്മുടെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിലും മറ്റും നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ നമുക്ക് പല രീതിയിലാണ് നമ്മുടെ കോൺക്രീറ്റിൽ കെമിക്കൽ അഡ്മിക്സേഴ്സ് വരുന്നത്. ഇവയ്ക്കെല്ലാം അവയുടേതായ പ്രാധാന്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് വളരെ അഡ്വേഴ്സ് ആവാറുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് വളരെ ഡ്യൂറബിളായിട്ടും മറ്റും നമുക്ക് കോൺക്രീറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസുകൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നവയാണ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മിനറൽ അഡ്മിക്സേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ഓഫ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ കൺസ്ട്രക്ഷൻ കെമിക്കലിലെ കെമിക്കൽ അഡ്മിക്സേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഈ കണ്ടന്റുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഐ എം എബിനോ ഐപ്പൻ വർഗീസ് സൈനിങ് ഓഫ് ഫ്രം ഡാംഷോ TV. താങ്ക് യു. Damshore Expert Build Care.